വീഡിയോയിൽ നമ്മൾ പറയുന്നത് നോർവേയിലേക്കുള്ള സ്റ്റുഡൻറ് വിസ ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാം, സ്റ്റേ ബാക്ക് ഓപ്ഷൻസ്, ഡിപ്പെൻഡന്റ് വിസ, ഫീ സ്ട്രക്ചർ ആൻഡ് സ്റ്റുഡൻറ് അക്കോമഡേഷൻ എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ്. നോർവേയിൽ 2 തരം സ്റ്റുഡൻറ് വിസാസ് അവൈലബിൾ ആണ്. ഒന്ന് സ്റ്റുഡൻറ് പെർമിറ്റും മറ്റേത് സ്റ്റുഡൻറ് റെസിഡന്റ് പെർമിറ്റും. 3 മാസത്തെ കുറവുള്ള കോഴ്സിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻറ് പെർമിറ്റിനാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതേസമയം ഒരു ലോങ് ഡ്യൂറേഷനുള്ള കോഴ്സ് ആണെങ്കിൽ സ്റ്റുഡൻറ് റെസിഡന്റ് പെർമിറ്റിന് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ ബാച്ചിലേഴ്സ് ഓർ മാസ്റ്റേഴ്സ് ഗ്രാജുവേഷൻ കോഴ്സാണ് നോക്കുന്നതെങ്കിൽ എന്തായാലും സ്റ്റുഡൻറ് റെസിഡന്റ് പെർമിറ്റ് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. കാരണം 3 മാസത്തിൽ കൂടുതലുള്ള കോഴ്സുകളായിരിക്കും. സ്റ്റുഡൻറ് പെർമിറ്റ് കാർഡ് ആണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് തന്നെ കിട്ടും. അതേസമയം റെസിഡന്റ് പെർമിറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ അതിലൊരു ബയോമെട്രിക് റെസിഡന്റ് കാർഡൊക്കെ കിട്ടേണ്ടത് കൊണ്ട് തന്നെ സമയം കുറച്ചുകൂടെ കൂടുതൽ എടുക്കും. സ്റ്റുഡൻറ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ നമുക്കൊരു ക്ലീൻ ക്രിമിനൽ റെക്കോർഡ് ആയിരിക്കണം. 2 നമ്മുടെ ലിവിങ് എക്സ്പെൻസ് കവർ ചെയ്യാനുള്ള ഫണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. 3ാമത്തെ കാര്യം നമുക്കൊരു വാലിഡ് ഹെൽത്ത് ഇൻഷുറൻസ് വേണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോർവേയിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കണം. ഞാനിവിടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തത് എങ്ങനെയാണ്, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയായിരുന്നു, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്താണെന്നൊക്കെ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മുടെ ലിവിങ് എക്സ്പെൻസ് കവർ ചെയ്യാനുള്ള ഫണ്ട് എത്ര വേണം എന്നുള്ളത് നമ്മൾ എത്ര ഡ്യൂറേഷനുള്ള കോഴ്സാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, ഏത് സിറ്റിയിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ വെച്ചിട്ട് വാരി ചെയ്യും. ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സിന് കുറച്ച് മാസങ്ങളോളം എടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ അപ്ലൈ ചെയ്താൽ അതെന്തുകൊണ്ടും നല്ലതായിരിക്കും. സ്റ്റുഡൻറ് വിസയ്ക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഏത് വെബ്സൈറ്റിലാണെന്നും അതിൽ എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ തന്നെ പറയാം. ഒരു സ്റ്റുഡൻറ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം സ്റ്റേ ബാക്ക് ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതാണ്. നോർവേയിൽ സ്റ്റേ ബാക്ക് ഓപ്ഷൻ 6 months ആണ്. എന്നുവെച്ചാൽ നമ്മളൊരു കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് 6 മാസമാണ് നമുക്ക് ഇവിടെ നിൽക്കാനുള്ള പെർമിറ്റ് ഉള്ളത്. ഇനി ആ സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു വർക്ക് പെർമിറ്റ് ആണ്. വർക്ക് പെർമിറ്റ് നമ്മൾ ഇവിടെ ഒരു ജോലി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് പെർമിറ്റും കിട്ടും. വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റെസിഡന്റ് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാം. വർക്ക് പെർമിറ്റ് കിട്ടാൻ വേണ്ടി നമുക്ക് എംപ്ലോയറിന്റെ സൈഡിൽ നിന്ന് ആകെ ആവശ്യമായിട്ടുള്ളത് ഒരു ഓഫർ ലെറ്റർ മാത്രമാണ്. ഈ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വർക്ക് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ ഒരു വിസ സ്പോൺസർഷിപ്പിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടുത്തെ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ടെന്ന് തന്നെ പറയണം. ഇപ്പം സ്കിൽഡ് വർക്കേഴ്സ്, അതായത് IT, എഞ്ചിനീയറിംഗ്, ഹെൽത്ത്, മെഡിക്കൽ അങ്ങനത്തെ ഫീൽഡൊക്കെ ആണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ അവിടെ ഒരു ബാരിയർ ആയിട്ട് നിൽക്കുന്നത് മിക്കപ്പോഴും ലാംഗ്വേജ് ആണ്. കൂടുതൽ പേർക്കും അറിയേണ്ട മറ്റൊരു കാര്യം, സ്റ്റുഡൻസിന് അവരുടെ ഡിപ്പെൻഡൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നാണ്. അതിൻ്റെ ആൻസർ യെസ്, കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റുഡൻറ് വിസ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീനെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. നമ്മളിവിടെ നിൽക്കുന്നത് സ്റ്റുഡൻറ് വിസയിലാണെങ്കിലും ഡിപ്പെൻഡൻറ്റ് വിസയിലാണെങ്കിലും നമുക്കിവിടെ 20 hours per week വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് ആണ് കിട്ടുന്നത്. ഇതിനെപ്പറ്റി അക്യുറേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ മിനിസ്ട്രിയുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ അത് ചാനലിനൊരു സപ്പോർട്ടായിരിക്കും. ഈ വീഡിയോ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവും തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മറ്റൊരു പ്രധാനപ്പെട്ട കൺസേൺ സ്റ്റുഡൻറ് അക്കോമഡേഷൻ ആണ്. അപ്പം നമ്മളൊരു സ്റ്റുഡൻ്റ് ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷൻ ആണുള്ളത്. ഒന്ന്, ഒരു സ്റ്റുഡൻറ് വെൽഫെയർ അസോസിയേഷൻ ഉണ്ട്. അത് എല്ലാ യൂണിവേഴ്സിറ്റീസിലും ഈ അസോസിയേഷൻ്റെ ഒരു ചാപ്റ്റർ ഉണ്ട്. ഈ അസോസിയേഷൻ ത്രൂ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ റീസണബിൾ ആയിട്ടുള്ള എമൗണ്ടിൽ വീട് റെന്റ് ചെയ്യാൻ കിട്ടും. 2ാമത്തെ ഓപ്ഷൻ നമ്മൾ പ്രൈവറ്റ് മാർക്കറ്റിൽ നമ്മൾ വീട് സെർച്ച് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി fin.no പോലുള്ള പ്രൈവറ്റ് വെബ്സൈറ്റ്സ് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ഈ സ്റ്റുഡൻറ് അസോസിയേഷനിൽ മെമ്പർ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഹൗസിംഗ്, ജിം, ഡെന്റൽ കെയർ, മെഡിക്കൽ കെയർ, അങ്ങനത്തെ പല കാര്യങ്ങൾക്കും നമുക്ക് കുറച്ച് റിഡക്ഷൻ കിട്ടും. ഇതിനു മുന്നേ എനിക്കിവിടെ എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയത്, അഡ്മിഷൻ അപ്ലൈ ചെയ്യാനുള്ള പ്രോസസ്സ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ചെയ്തപ്പം ഒരുപാട് പേര് പല കമൻസ് ആയിട്ട് വന്നിരുന്നു. അതിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു ഈ സ്റ്റേ ബാക്ക് ഓപ്ഷൻ ഉണ്ടോ, ഡിപ്പെൻഡൻറ്റ് വിസ ഉണ്ടോ, ഫീ സ്ട്രക്ചർ എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അത്തരം കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ ശ്രമിച്ചത്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഫീ സ്ട്രക്ചർ ആണ്. കഴിഞ്ഞ വർഷം വരെ നോർവേയിൽ എഡ്യൂക്കേഷൻ പുറത്തുനിന്നുള്ളവർക്കും പൂർണ്ണമായും ഫ്രീ ആയിരുന്നു. എന്നാൽ ഈ വർഷം മുതൽ ഫീ വന്നു തുടങ്ങിയിട്ടുണ്ട്. പുറത്തുനിന്ന് യൂറോപ്യൻ യൂണിയൻ്റെ പുറത്തുനിന്ന് വരുന്ന എല്ലാ സ്റ്റുഡൻസിനും ഈ വർഷം മുതൽ ഫീ അത്യാവശ്യമാണ്. ഫീ സ്ട്രക്ചർ ഓരോ കോഴ്സിനും ഡിഫറെൻ്റ് ആണ്. ഓരോ യൂണിവേഴ്സിറ്റിയിലും ഓരോ കോഴ്സിനും ഡിഫറെൻ്റ് ആയിട്ടാണ് ഫീ വരുന്നത്. ഇത് ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഡിഫറെൻറ്റ് മാസ്റ്റേഴ്സ് കോഴ്സസിനുള്ള ഫീസിൻ്റെ സ്ട്രക്ചറാണ്. ഇപ്പം എൻ്റെ ഫീ സ്ട്രക്ചർ വരുന്നത് 2,54,950 NOK per year ആണ്. അതായത് ഏകദേശം ഒരു 20 ലക്ഷം രൂപ ഒരു വർഷം. പക്ഷേ നിങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനിൽ എവിടെയെങ്കിലും ഒരു റെസിഡന്റ് പെർമിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല. വെറും 950 kroner per semester മാത്രമാണ് ഇവിടെ ഫീ ആയിട്ട് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു വർക്ക് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പോസിനും മക്കൾക്കും ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റുഡൻറ് വിസ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി നമ്മൾ ആദ്യം UDI.no എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോകണം.
അപ്പോൾ ഈ വെബ്സൈറ്റിൽ കയറുമ്പം ആദ്യം ഇത് നമുക്ക് നോഷ്ക് ലാംഗ്വേജിലായിരിക്കും. അപ്പോൾ ലാംഗ്വേജ് മനസ്സിലാവാൻ വേണ്ടി മുകളിൽ ഇംഗ്ലീഷാക്കി മാറ്റാം. എന്നിട്ട് നമ്മൾ വാണ്ട് ടു അപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ആദ്യം ചോദിക്കുന്നത് നമ്മൾ ഏത് രാജ്യത്തെ സിറ്റിസൺ ആണെന്നാണ്. അവിടെ നമ്മൾ നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ടൈപ്പ് വിസയ്ക്കും അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം. അതിൽ ഫാമിലി, ഇമിഗ്രേഷൻ, വർക്ക് വിസയ്ക്കുള്ളത് അതുപോലെ എല്ലാം ഉണ്ട്. അതിൽ നമ്മൾ സ്റ്റഡി പെർമിറ്റ് സെലക്ട് ചെയ്യുക. ഇതിൽ യൂണിവേഴ്സിറ്റി, കോളേജ്, അപ്പർ സെക്കൻഡറി സ്കൂളൊക്കെ സ്റ്റഡി പെർമിറ്റ് എന്ന് പറഞ്ഞ അണ്ടറിലും ബാക്കി റിസർച്ച് ആൻഡ് ട്രെയിനി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വൊക്കേഷണൽ ട്രെയിനിങ് ആൻഡ് റിസർച്ച് എന്ന് പറഞ്ഞതിലുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ സ്റ്റഡി പെർമിറ്റ് സെലക്ട് ചെയ്യും. വേർ വിൽ യു ബി സ്റ്റഡിങ് എന്ന് പറഞ്ഞ ആ ക്വസ്റ്റ്യൻ ഐഡിയിൽ എന്തിലേക്കാണ് നിങ്ങൾ പഠിക്കാൻ പോകണത് എന്നുള്ളതിൻ്റെ ഓപ്ഷൻസ് കാണാം. അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിന് വേണ്ട റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ അതിൽ നമുക്ക് കാണാൻ പറ്റും. ഈ വീഡിയോയിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് റിക്വയർമെൻറ്റ്സ് ആയിട്ട് കാണുന്നത്. പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ഫീ ഓരോന്നിനും എത്രയാണെന്ന് ഇതിൽ തന്നെ കാണാൻ പറ്റും. സ്റ്റഡി പെർമിറ്റിനുള്ള ആപ്ലിക്കേഷൻ ഫീ 5900 നോക്കാണ്. ഇന്ത്യൻ റുപ്പിയിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 45,000 50,000 ഇടയിൽ വരും. അടുത്തത് ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ട്യൂഷൻ ഫീ അപ്ലൈ ചെയ്ത റെസിപ്റ്റും പിന്നെ ഇവിടെ നമ്മൾ ഒരു വീട് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പ്രൂഫും. നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഡിഗ്രീസും ഇവിടെ അപ്രൂവ്ഡ് അല്ല. അപ്പോൾ നമ്മുടെ ഡിഗ്രി ഇവിടെ അപ്രൂവ്ഡ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കൂട്ട് എന്ന് പറഞ്ഞ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ്സ് അയച്ചു കൊടുക്കണം. ഇത് എല്ലാ കോഴ്സിനും ഒന്നും അത്യാവശ്യമില്ല. എനിക്കൊന്നും അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. സോ നിങ്ങളുടെ കോഴ്സ് ഇവിടെ അപ്രൂവ്ഡ് ആണോ നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. അത് നമുക്ക് നോക്കൂട്ടിൽ തന്നെ നോക്കിയാൽ അറിയാം. ഇവിടെ തന്നെ നോക്കൂട്ടിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കത് നോക്കാൻ പറ്റും. നെക്സ്റ്റ് പറയണത് നമുക്കിവിടെ ഉള്ള കുറച്ച് റൈറ്റ്സ് ആണ്. നമുക്കിവിടെ വർക്ക് ചെയ്യാനുള്ള പെർമിറ്റ് 20 hours per വീക്കാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്പോസിനെയും കുട്ടികളെയും കൊണ്ടുവരാൻ പറ്റും. അത് നിങ്ങളുടെ അപ്ലൈ ചെയ്യുന്ന കൂടെ തന്നെ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം അപ്ലൈ ചെയ്യേണ്ടി വരും. ഇത്രയും നോക്കിയ ശേഷം ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ മിക്കവാറും നാട്ടിൽ നിന്നായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ നോ വിഷ് ടു അപ്ലൈ ഫ്രം അബ്രോഡ് കൊടുക്കുക. അപ്പോൾ ഏത് കൺട്രി ആണെന്ന് ചോദിക്കുന്നു. ഏത് കൺട്രിയിൽ നിന്നാണോ അപ്ലൈ ചെയ്യുന്നത് ആ കൺട്രി, പ്രത്യേകിച്ച് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ എന്ന് കൊടുക്കുക. ഹൗ ടു അപ്ലൈ എന്ന് പറഞ്ഞ സെക്ഷനിൽ 3 കാര്യങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തത് ചെക്ക് ലിസ്റ്റ് ആണ്. ആ ചെക്ക് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടതെന്നുള്ളത് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചെക്ക് ലിസ്റ്റിൻ്റെ ഒരു പേജിൽ എത്തിയിരിക്കുകയാണ്. ഈ പേജിൽ മുകളിൽ നമുക്ക് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. ഈ പേജ് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഈ താഴെ കാണുന്ന അത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ആദ്യത്തെ ഡോക്യുമെൻറ്റ് പാസ്പോർട്ട് ആൻഡ് കോപ്പി ഓഫ് ഓൾ യൂസ്ഡ് പേജസ് ഇൻ പാസ്പോർട്ട്. അത് നമ്മൾ കയ്യിലുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അത് ചെക്ക് ലിസ്റ്റിൽ ടിക്ക് ചെയ്യുക. രണ്ടാമത്തത് ഒരു സൈൻഡ് സിഗ്നേച്ചർ ഫോമാണ്. അതെങ്ങനെയാണെന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് സൈഡിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ ലെറ്റർ, നമ്മുടെ പ്രീവിയസ് ഡിഗ്രിയുടെ ട്രാൻസ്ക്രിപ്റ്റ്, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വേണം. ഇതിലെല്ലാം ഒന്നും നമുക്ക് അപ്ലിക്കബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഏതൊക്കെയാണ് അപ്ലിക്കബിൾ എന്ന് നോക്കിയിട്ട് അത് മാത്രം ടിക്ക് ചെയ്ത് ഈ പേജ് പ്രിൻ്റ് എടുക്കണം. ഈ പേജ് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് താഴെ പോയിട്ട് പ്രിൻ്റ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യാം. ഈ പേജ് നമ്മൾ സേവ് ചെയ്ത് പ്രിൻ്റ് എടുത്ത ശേഷം നേരത്തെ ഫില്ല് ചെയ്യാനുണ്ടായിരുന്ന നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ്, സിഗ്നേച്ചർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വെക്കുക. അതിനുശേഷം പ്രീവിയസ് പേജിലേക്ക് പോയിട്ട് അതിൽ ഗോ ടു ദി ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞ ഭാഗം ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിലൂടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം നമ്മുടെ ബേസിക് ഇൻഫർമേഷൻസ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫീസും അടച്ചു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നമുക്ക് അവിടെ തന്നെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഡയറക്റ്റായിട്ട് സെൻഡ് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ VFSൽ, നാട്ടിൽ നിന്നാണെങ്കിൽ കൊച്ചിയിലാണ് VFS ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. VFSൽ നമ്മുടെ നേരത്തെ പറഞ്ഞ ചെക്ക് ലിസ്റ്റിലുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ട് VFSൽ സബ്മിറ്റ് ചെയ്യുക. അവരത് ഡൽഹിയിലുള്ള നോർവീജിയൻ എംബസിയിലേക്ക് അയച്ച് നമുക്ക് വിസ പ്രോസസ്സിങ്ങിൻ്റെ പരിപാടികളെല്ലാം തുടങ്ങും. 1000 രൂപ എങ്ങാനാണ് അതിൻ്റെ ഫീസ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രോസസ്സ് ഉള്ളത്. കാര്യങ്ങളെല്ലാം നമുക്ക് അത്യാവശ്യം വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന അത്ര ഡിഫിക്കൽട്ടിയേ ഉള്ളൂ. ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ തന്നെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ബൈ.